നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൊടുപുഴ മണ്ഡലം സമിതി ഇടവെട്ടിയിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. മൗലവി അബ്ദുൾ സലാം പെരുമ്പാവൂർ നേതൃത്വം നൽകി. NDAയുടെ പീരുമേട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി സൗത്ത് പ്രസിഡന്റ് VC വർഗീസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ സമ്മർ ഫെസ്റ്റ് കോലാനി ബൈപ്പാസ് റോഡിൽ പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റിനെതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ സംഗമവും സ്വയം സഹായ സംഘം രൂപീകരണ പരിശീലനവും തൊടുപുഴ ടൗൺ പള്ളി പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. ടൗൺ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻഡ്രോസ് മൂലയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വിശുദ്ധ റമദാനിൽ വിശ്വാസ സമൂഹം നേടിയെടുത്ത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും സാഹോദര്യ സന്ദേശം പ്രചരിപ്പിക്കുവാനും ഈദുൽ ഫിത്തർ പ്രചോദനമാകണമെന്ന് മൗലവി അബ്ദുൾ സലാം പെരുമ്പാവൂർ അഭിപ്രായപ്പെട്ടു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൊടുപുഴ മണ്ഡലം സമിതി ഇടവെട്ടിയിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹ് ഖുതുബയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഈദ്ഗാഹിൽ പങ്കെടുത്തു. തൊടുപുഴയ്ക്ക് പുറമെ ഉടുമ്പന്നൂർ, അടിമാലി, പീരുമേട്, പെരുവന്താനം എന്നിവിടങ്ങളിലും വിസ്ഡം ഈദ്ഗാഹ് സംഘടിപ്പിച്ചിരുന്നു. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا വിശുദ്ധ റമദാനിൽ വിശ്വാസി സമൂഹം നേടിയെടുത്ത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും സാഹോദര്യ സന്ദേശം പ്രചരിപ്പിക്കുവാനും ഈദുൽ ഫിത്തർ പ്രചോദനമാകണമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൊടുപുഴ മണ്ഡലം സമിതി ഇടവെട്ടിയിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹ് ഖുതുബയിൽ മൗലവി അബ്ദുൾ സലാം പെരുമ്പാവൂർ അഭിപ്രായപ്പെട്ടു. യുദ്ധവും അക്രമങ്ങളും ഒന്നിനും പരിഹാരമല്ല. സാമൂഹിക നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും ശബ്ദിക്കുവാനും നമുക്ക് കഴിയണമെന്നും മർദ്ദിതർക്കും പലസ്തീൻ ജനതയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കുവാനും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് പശ്ചിമേഷ്യയിൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ നിലയുറപ്പിക്കുവാനും നാം ശ്രദ്ധിക്കണം എന്നും ഈദ് ഖുതുബയിൽ മൗലവി ഓർമ്മപ്പെടുത്തി. അനുഗ്രഹീതമായ പരിശുദ്ധമായ ഒരു മാസത്തെ സ്വീകരിക്കുവാനും ആ മാസത്തിൽ ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കുവാനും അവസരം ലഭിച്ച് ആ അവസരങ്ങളെല്ലാം ആ മാസത്തിൽ കഴിഞ്ഞ് പുതിയ ഒരു മാസത്തിലേക്ക്, ഒരു സന്തോഷത്തിന്റെ സുദിനത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം കെട്ടിപ്പടുത്തിട്ടുള്ള ആത്മീയതയുടെ ആ കോട്ടകൾ അത് പെരുന്നാൾ കഴിയുന്നതോടെ തകർന്നു പോകുവാനുള്ള ഒരു കോട്ടയല്ല എന്നുള്ള തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ സുദിനത്തിൽ നമ്മുടെ എല്ലാം കർണപുടങ്ങളിൽ മുഴുകേണ്ടുന്ന, നമ്മുടെ എല്ലാം ഹൃദയങ്ങൾ കൊണ്ട് നാം ചിന്തിച്ചു കൂട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഈദ്ഗാഹിൽ പങ്കെടുത്തു. തൊടുപുഴയ്ക്ക് പുറമെ ഉടുമ്പന്നൂർ, അടിമാലി, പീരുമേട്, പെരുവന്താനം എന്നിവിടങ്ങളിലും വിസ്ഡം ഈദ്ഗാഹ് സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. SDPI തൊടുപുഴ നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി SDPI ഇടുക്കി ജില്ലാ സെക്രട്ടറി അഫ്സൽ MBയെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പ്രഖ്യാപിച്ചു. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ പൊതുപ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ് അഫ്സൽ MB. പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്നും വളർന്നു വന്ന തൊടുപുഴയുടെ ജനമനസ്സറിയുന്ന സ്ഥാനാർത്ഥിയാണ് അഫ്സൽ MB എന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പാർട്ടിയുടെ വണ്ണപ്പുറം രാജ്യ പ്രസിഡന്റ്, സെക്രട്ടറി, തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി കൂടിയാണ്. 2015 വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡിലേക്കും 2020 ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് വണ്ണപ്പുറം ഡിവിഷനിൽ നിന്നും ജനവിധി തേടിയിട്ടുണ്ട്. ഇടുക്കി തൊടുപുഴയിൽ ജില്ലാ സെക്രട്ടറി അഫ്സൽ MB മത്സരിക്കും.
വിവാഹത്തിന് തൊട്ടു പിന്നാലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്, സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്, RSS വിരുദ്ധ പോരാട്ടത്തിന് സാരഥി അഫ്സൽ എം പി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും ഇതായി വാഹനത്തിന്റെ തൊടുപടി ഇതായി വാഹനം നമ്മുടെ പ്രിയങ്കരനായ, നമ്മളിൽ ഒരുവനായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI-യുടെ പ്രിയങ്കരനായ സാരഥി അഫ്സൽ എം പി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും നാം അറിയുന്ന, നാടിനെ അറിയുന്ന, നമ്മെ അറിയുന്ന NDAയുടെ പീരുമേട് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി സൗത്ത് പ്രസിഡന്റ് VC വർഗീസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തോട്ടം മേഖലയുടെ പ്രശ്നങ്ങൾ പാടെ അവഗണിക്കുന്ന നിലപാടുകളാണ് ഇടതു വലത് ജനപ്രതിനിധികൾ സ്വീകരിച്ചു വരുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാറാത്തത് ഇനി മാറും, നമുക്ക് വേണം വികസിത കേരളം എന്നീ മുദ്രാവാക്യങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ് NDA ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായാണ് NDAയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറിയും പീരുമേട് മണ്ഡലം ഇൻചാർജുമായ C സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് സ്വാഗതം ആശംസിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി ജില്ലാ സൗത്ത് പ്രസിഡന്റ് VC വർഗീസ് NDA പീരുമേട് നിയോജക മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് 2024 ഒക്ടോബർ മാസം പുറത്തിറങ്ങി. അതിൽ പറഞ്ഞിരിക്കുന്നത് CSR മേഖലയിൽ പട്ടയം കൊടുക്കരുത്, CSR മേഖലയിൽ വ്യാവസായിക സ്ഥാപനങ്ങൾ തുടങ്ങാൻ നിർമ്മാണങ്ങൾ അനുവദിക്കരുത്. അങ്ങനെ പരിസ്ഥിതി സംഘടനകൾ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സർക്കാർ കഴിഞ്ഞ ഒരു വർഷക്കാലം അതുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരമൂലി കാണാതെ, ഒരു അഫിഡവിറ്റ് പോലും ഫയൽ ചെയ്യാൻ തയ്യാറാകാതെ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഒറ്റുകൊടുത്ത ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഇവർക്ക് പരിസ്ഥിതി സംഘടനകൾ, കപ്പട്ട പരിസ്ഥിതി സംഘടനകളുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇടുക്കി ജില്ലയെ വനമാക്കി മാറ്റാൻ, ഇടുക്കിയിൽ നിന്ന് ആൾക്കാരെ കുടിയൊഴുക്കാൻ, ഇവിടെ നിന്ന് ആൾക്കാരെ ഇറക്കി വിടാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിട്ട് കൂടു നിൽക്കുന്നവരാണ് ഇടതുപക്ഷ സർക്കാർ. ഇലക്ഷൻ പീരുമേട് നിയോജക മണ്ഡലം ഇൻചാർജ് ഹനുമന്ത റാവു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷാജി നെല്ലിപ്പറമ്പിൽ, അമ്പിയിൽ മുരുകൻ, ജില്ലാ ജനറൽ സെക്രട്ടറി AV മുരളീധരൻ, ജില്ലാ ട്രഷറർ അമ്പിളി രാജൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സോണി എളപ്പുങ്കൽ, സനോജ് സരസൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പെരിയാർ മണ്ഡലം പ്രസിഡന്റ് അയ്യപ്പദാസ് നന്ദി അറിയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ, മഹിളാ മോർച്ച, കർഷക മോർച്ച, യുവമോർച്ച ഭാരവാഹികൾ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തൊടുപുഴ സമ്മർ ഫെസ്റ്റ് കോലാനി ബൈപ്പാസ് റോഡിൽ പുളിമുട്ടിൽ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർമാരായ R രാജി, രാജേഷ് ബാബു, ആതിര ജോഷി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അമ്യൂസ്മെന്റ്, ഫുഡ് ഫെസ്റ്റിവൽ, മെഗാ സെയിൽസ് എക്സ്പോ, എന്റർടൈൻമെന്റ്, ഫ്ലവർ ആൻഡ് പ്ലാന്റ്സ് ഫെസ്റ്റ് തുടങ്ങിയ നിരവധി പ്രോഗ്രാമുകളാണ് തൊടുപുഴ സമ്മർ ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 4 മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശന സമയം. ഇത് കാണാനും ഇത് കണ്ട് ആസ്വദിക്കാനും ഒക്കെ തൊടുപുഴക്കാർക്ക് വീണ്ടും ഒരു ഭാഗ്യം കൂടിയാണ് വന്നുചേർന്നിരിക്കുന്നത്. ഇത് കുട്ടികൾക്കും അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ഏറെ ആസ്വദിക്കാൻ കഴിയുന്ന പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും ഈ വേനൽക്കാലത്ത് ഇതുപോലെയുള്ള നമ്മുടെ ഈ വെള്ളച്ചാട്ടമൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഈ ചൂടത്തൊക്കെ ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുമ്പോൾ അത് നമുക്ക് നമ്മുടെ ശരീരവും അതുപോലെ മനസ്സും ഒക്കെ ഉള്ളിലുള്ള ചൂടുകളൊക്കെ മാറി നല്ല ഒരു തണുത്ത അന്തരീക്ഷമൊക്കെ നമുക്ക് ലഭ്യമാകും.
വ്രതശുദ്ധിയുടെ പുണ്യവുമായി ചെറിയ പെരുന്നാൾ. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടക്കുന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. രാജാക്കാട് മമ്മട്ടിക്കാനം മുഖ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ ഇമാം മൻസൂർ ബാഖവി, ഇമാം നിസാർ ബാദ്രി എന്നിവർ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയായ വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി നീണ്ടുനിന്ന റമദാൻ മാസത്തിലെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളുടെ സമാപ്തി കുറിച്ചുകൊണ്ട് രാജാക്കാട് മമ്മട്ടിക്കാനം മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഇമാം മൻസൂർ ബാഖവി, ഇമാം നിസാർ ബാദ്രി എന്നിവർ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടെ നിർത്തലിന്റെയും ഓർമ്മകൾ പങ്കുവച്ചാണ് പെരുന്നാൾ ആഘോഷിച്ചത്. റമദാന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാജാക്കാട്ട് ഇഫ്താർ സംഗമവും നടത്തി. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ കോട്ടക്കുടിയിൽ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പാറേക്കാട്ടിൽ, സെക്രട്ടറി ജബ്ബാർ പുത്തൻവീട്ടിൽ, ജോയിന്റ് സെക്രട്ടറി മുജീബ് ഇടശ്ശേരിക്കുടിയിൽ, ട്രഷറർ നസീർ തണ്ടക്കാലയിൽ, കമ്മിറ്റി അംഗങ്ങളായ അഷറഫ് തണ്ടക്കാലായിൽ, ഫരീദ് പാറേക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. നമസ്കാരത്തിന് ശേഷം മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. നിരവധി മുഹമ്മദീയർ നമസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഏവർക്കും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഒരു മാസത്തോളം നീണ്ടുനിന്ന ത്യാഗോജ്ജലമായ ദിനരാത്രങ്ങളെ കൊണ്ട് നേടിയെടുത്ത ആത്മീയപരമായ ഉന്നമനം അത് ജീവിതത്തിൽ എന്നെന്നും നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് വിശുദ്ധമായ റംസാൻ, വിശുദ്ധമായ ഈദുൽ ഫിത്തർ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ നേടിയെടുത്ത ഉന്നതമായ പാഠങ്ങൾ നമുക്ക് പറഞ്ഞതുപോലെ ഈദുൽ ഫിത്തറിന്റെ മഹത്വം, സുദക്കയുടെ മഹത്വം, അതുപോലെ ദാനധർമ്മങ്ങൾ, അതുപോലെ സ്നേഹത്തിന്റെ ആയിരം സൗഹാർദ്ദങ്ങളുടെ നല്ല പാഠങ്ങളാണ് വിശുദ്ധമായ ഓരോ ഈദുൽ ഫിത്തറും നമ്മോട് സംസാരിക്കുന്നത്, നമുക്ക് സമ്മാനിക്കുന്നത്. വിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്ത എല്ലാ ആത്മീയമായ ഉന്നതിയും എന്നുമെന്നും ജീവിതത്തിൽ തുടർത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈദുൽ ഫിത്തറിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ടിപ്പെരിയാർ തേങ്ങക്കൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റിനെതിരെ പ്രദേശത്തെ 3 സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ റോഡ് നിർമ്മാണത്തിന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തടസ്സം നിൽക്കുന്ന ഭാഗങ്ങൾ സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വിഷയത്തിൽ നടപടിയുണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വർഷങ്ങളായി തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്ന വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡ് അന്തരിച്ച മുൻ പീരുമേട് MLA വാഴൂർ സോമന്റെ ശ്രമഫലമായി നിർമ്മാണ പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് 3 കിലോമീറ്റർ ഭാഗം 8 മീറ്റർ വീതി ലഭിക്കേണ്ടതുണ്ട്. ഇതിന് റോഡ് കടന്നുപോകുന്ന ഭാഗത്തെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് തടസ്സം നിൽക്കുകയാണ്. ഇതിനെതിരെയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സന്ദർശന വേളയിൽ മ്ലാമല ഫാത്തിമ മാത സ്കൂൾ, നാലുകണ്ടം SN സ്കൂൾ, വിശ്വജ്യോതി സ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും റോഡ് വികസന സമിതി അംഗങ്ങളും ജനപ്രതിനിധികളും പരാതി അറിയിച്ചത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന അംഗവും ഇൻചാർജുമായ KK ഷൈജു, സംസ്ഥാന അംഗങ്ങളായ ഡോക്ടർ F വിൽസൺ, D മോഹൻകുമാർ, ജില്ലാ ശിശുക്ഷേമ സംരക്ഷണ ഓഫീസർ VI നിഷ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റോഡ് സന്ദർശിച്ചത്. പ്രശ്നപരിഹാരത്തിനായി തൊട്ടു മാനേജ്മെന്റുമായി പ്രാഥമിക ചർച്ച നടത്തുമെന്നും ഫലം കണ്ടില്ലെങ്കിൽ അത് ഇലക്ഷന് ശേഷം ജില്ലാ കളക്ടർ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് എന്നിവരെ കക്ഷി ചേർത്ത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസ് ഫയൽ ചെയ്യുമെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വണ്ടിപ്പെരിയാർ ഒരു ഔദ്യോഗിക മീറ്റിംഗുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഈ മേഖലയിലെ കുട്ടികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കമ്മീഷൻ തന്നത്. അപ്പോൾ അത് നേരിട്ട് ആ പ്രശ്ന സ്ഥലം കാണാനും എന്താണ് അതിന് സാധ്യത എന്ന് പരിശോധിക്കാനാണ് കമ്മീഷൻ വന്നത്. കമ്മീഷൻ ഇത് കേസ് ആയിട്ട് എടുത്തിട്ട് എസ്റ്റേറ്റ് അധികാരികളോടും കളക്ടറോടും റെസ്പോണ്ടാക്കിയിട്ട് ഇതിൽ പരിഹാരമാർഗം കണ്ടെത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ മുന്നിൽ വയ്ക്കുന്നത്. കമ്മീഷനിൻ്റെ ഒരു പരിഹാരം കാണാനുള്ള ശ്രമം നടത്തും. പരാതി നൽകിയ സ്കൂളുകളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീത നേശയ്യൻ, അൽഫോൺസ, റോഡ് വികസന സമിതി അംഗങ്ങളായ MT ലിസി, കബീർ താന്നിമുട്ടിൽ, MD ശശികുമാർ തുടങ്ങിയവർ കമ്മീഷന്റെ റോഡ് സന്ദർശന വേളയിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.
കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ തൊടുപുഴ മേഖലകളിലെ ഇടവകകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ സംഗമവും സ്വയം സഹായ സംഘം രൂപീകരണ പരിശീലനവും തൊടുപുഴ ടൗൺ പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. ടൗൺ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻഡ്രൂസ് മൂലയിൽ ഉദ്ഘാടനം ചെയ്തു. KSSS ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ തൊടുപുഴ മേഖലകളിലെ ഇടവകകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ സംഗമവും സ്വയം സഹായ സംഘം രൂപീകരണ പരിശീലനവും തൊടുപുഴ ടൗൺ പള്ളി പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. ടൗൺ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻഡ്രൂസ് മൂലയിൽ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സേവന പ്രസ്ഥാനത്തിന്റെ ഒരു 2-3 പ്രോഗ്രാമുകൾ ഒരുമിച്ച് കൂടി അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഇടവകയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു മാസം മുമ്പ് നമ്മൾ തൊടുപുഴ കോതമംഗലം മേഖലയിലുള്ള വ്യക്തികളെ ഒരുമിച്ച് കൂട്ടുകയും ഒരു മീറ്റിംഗ് കൂട്ടുകയും അതിന്റെ ഭാഗമായിട്ട് പല ഇടവകകളിലും SHGകൾ പല ചെറുതായിട്ട് നമ്മൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ മീറ്റിംഗ് ഒക്കെ ഓരോ ഞായറാഴ്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു ഏരിയയിലും ഈ സാമൂഹിക പ്രസ്ഥാനം, നമ്മുടെ കോതമംഗലം രൂപതയുടെ സാമൂഹിക പ്രസ്ഥാനം ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഒരിടവകയിലും നമുക്ക് തുടങ്ങണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഒരിടവകയിലും ഒരു 3 ഭാരവാഹികൾ നമുക്ക് വേണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായി. ആ ഭാരവാഹികളിലൂടെ നമ്മുടെ ഇടവകയിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന വ്യക്തികളും അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ കഴിവുകളുള്ള വ്യക്തികളും നമ്മുടെ ഇടവകയിലുണ്ട്. അവരെ കണ്ടെത്തുകയും അവരെ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിന്റെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ KSSS ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KSSS അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പൗലോസ് നെടുന്തടത്തിൽ, ജോൺസൺ കറുകപ്പള്ളിൽ, ജോസ് പോൾ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ ജോജോ ജോർജ് സ്വാഗതവും മേരി ജോസ് നന്ദിയും പറഞ്ഞു. മേഖലയിലെ മുഴുവൻ ഇടവകകളിലും സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നിങ്ങളെ അണിയിച്ചൊരുക്കുവാൻ തൊടുപുഴയിൽ ജാൻവീസ് ബ്യൂട്ടി ലോഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. ആശീർവാദ് തിയേറ്ററിന് സമീപം ഈഫൽ ടവറിൽ ആരംഭിച്ച ജാൻവീസ് ബ്യൂട്ടി ലോഞ്ചിന്റെ ഉദ്ഘാടനം സിനിമാ താരം മീനാക്ഷി അനൂപ് നിർവഹിച്ചു. നിങ്ങളുടെ സൗന്ദര്യത്തിന് കൂടുതൽ ചാരുതയേകുവാൻ ജാൻവീസ് ബ്യൂട്ടി ലോഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. ആശീർവാദ് തിയേറ്ററിന് സമീപം ഈഫൽ ടവറിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ബ്രൈഡൽ മേക്കപ്പിനൊപ്പം ക്ലീനപ്പ്, വാക്സിംഗ്, ത്രെഡിംഗ്, പീൽ ഓഫ് മാസ്ക്, പെഡിക്യൂർ, മാനിക്യൂർ, ഹെന്ന, ഹെയർ കളറിംഗ്, ഫേഷ്യൽ, നെയിൽ ആർട്ട്, സാരി ഡ്രേപ്പിംഗ്, ഹെയർ കട്ടിംഗ്, ഹെയർ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജാൻവീസ് ബ്യൂട്ടി ലോഞ്ചിന്റെ ഉദ്ഘാടനം സിനിമാ താരം മീനാക്ഷി അനൂപ് നിർവഹിച്ചു. ഇഷ്ടംപോലെ സ്കോപ്പ് ഉള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെ സലൂൺസ് പുതിയതായി ഇന്നോവേറ്റ് ചെയ്ത് പുതിയ സലൂൺസ് ടെക്നോളജി ഒക്കെ ആയിട്ട് വരാന്ന് പറയുന്നത്. പക്ഷെ അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്ര നന്നായി ഒരു സലൂൺ തുടങ്ങാൻ പറ്റുന്നതും അത് ഇത്ര പഠിച്ചു തന്നെ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ ഇപ്പോഴായിരുന്നു ടീച്ചറായിരുന്നു, HM ആയിരുന്നു, അതിനുശേഷം കോസ്മെറ്റോളജി ഒക്കെ പഠിച്ചാണ് ഇപ്പൊ സലൂൺ തുടങ്ങുന്നത്. അപ്പൊ അത്രത്തോളം ഒരു ഇൻട്രസ്റ്റ് ഈ ഫീൽഡിനോട് കാണിക്കുക എന്നുള്ളതും വലിയ കാര്യമാണ്. അപ്പൊ എല്ലാം നന്നായി നടക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി തൊടുപുഴയിൽ എല്ലാവരും കൂടുതൽ സുന്ദരന്മാരും ഒക്കെ ആവട്ടെ. ചടങ്ങിൽ കൗൺസിലർമാരായ ജിതേഷ് ഇഞ്ചക്കാട്ട്, വിജയകുമാരി PR, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തറണിയിൽ, സെക്രട്ടറി CK നവാസ്, KSBA ജില്ലാ സെക്രട്ടറി അമീർ US, ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി പ്രീത പ്രദീപ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എല്ലാവിധ ഹെയർ, സ്കിൻ ട്രീറ്റ്മെന്റുകളും ജാൻവീസ് ബ്യൂട്ടി ലോഞ്ചിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനി എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹായവും സഹകരണവും ആവശ്യമാണ്. നമ്മൾക്ക് ഒരുപാട് വലിയ സ്വത്തുണ്ടാക്കി ഇനി ജീവിക്കുക എന്നതിലപ്പുറം നമുക്ക് നമ്മുടേതായ ഒരു വേർഷൻ കണ്ടെത്തി അതിലേക്ക് നമ്മൾ മാറുക എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും അതുപോലെ മനസ്സും ഒക്കെ ജാൻവീസ് ബ്യൂട്ടി ലോഞ്ചിലേക്ക് ഉണ്ടാവണമെന്നാണ്. എൻ്റെ മൂത്ത മകൾ ജാൻവിയാണ്. അവളുടെ പേരാണ് ഇതിനിട്ടിരിക്കുന്നത്, ജാൻവി ബ്യൂട്ടി ലോഞ്ച് എന്നത്.
അപ്പോൾ എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ആദിവെള്ളി ആചരണവും മഹാകാരസതി പൂജയും നടന്നു. ക്ഷേത്രമാചാര്യൻ ചേർത്തല സുമിത്ര തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആയിരക്കണക്കിന് ഭക്തർ കാരസതി പൂജയിൽ പങ്കെടുത്തു. അഞ്ചുകുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ആദിവെള്ളി ആചരണവും മഹാകാര്യസിദ്ധി പൂജയും നടന്നു. ക്ഷേത്രമാചാര്യൻ ചേർത്തല സുമിത് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഭക്തജനങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് വേണ്ടിയിട്ട്, ധനധാന്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ഭഗവതിയുടെ ഇച്ഛപ്രകാരം നമ്മൾ നടത്തുന്ന ഒരു വഴിപാടാണ് മണികെട്ടൽ. ആ ആൽത്തറയിലാണ് ഭഗവതി ഏറ്റവും കൂടുതൽ വിശ്രമിക്കുന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ ആധുനിക ശാസ്ത്രം പറയുന്നത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി, ഓക്സിജന്റെ അളവുണ്ടാവുന്ന ആലിന്റെ ചുവട്ടിലെന്നാണ് പറയുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലത്ത് നമ്മൾ ഭഗവതിക്ക് മണികെട്ടൽ ആരംഭിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ എന്താണോ അതെല്ലാം പ്രാർത്ഥിച്ച് ഭഗവതിക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും ഭഗവതിയുടെ തിരുസന്നിധിയിൽ ആലിന്റെ ചുവട്ടിൽ വന്ന് നമുക്ക് മണി കെട്ടാം. അപ്പോൾ ആ കെട്ടുന്ന മണി കൽപ്പാന്ത കാലത്തോളം ഇവിടെ കിടക്കും. അപ്പോൾ മണി നിറഞ്ഞു കഴിയുന്ന സമയത്ത് ദേവഗീതം നോക്കി അതിന് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവരും 200 രൂപയാണ് മണികെട്ടലിന്. അപ്പോൾ എല്ലാവരും കഴിവിനനുസരിച്ച് നിങ്ങളെ കാര്യത്തിന്റെ വ്യാപ്തി അനുസരിച്ച് കാര്യസിദ്ധി പൂജ നടത്തുന്നത് പോലെ തന്നെ 7, 9, 1, 3, 7, 9, 11, 21 ആഴ്ചകളിൽ കാര്യസിദ്ധി പൂജ നടത്തുന്നത് പോലെ തന്നെ നമുക്ക് മണികെട്ടാം. നമ്മുടെ കാര്യങ്ങളെല്ലാം അഭിവിഷ്ടവരദാനിയായ അഞ്ചക്കുളത്തമ്മയുടെ അനന്തമായ അനുഗ്രഹത്താൽ നമുക്ക് സിദ്ധിച്ച് കിട്ടും. ആയിരക്കണക്കിന് ഭക്തർ കാര്യസിദ്ധി പൂജയിൽ പങ്കെടുത്തു. താമ്പൂല സമർപ്പണം, സോപാന സംഗീതം, അറുനാഴി പായസ നേദ്യം എന്നീ ചടങ്ങുകളും നടന്നു. ഭക്തർക്ക് ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്കായി ക്ഷേത്ര ആൽത്തറയിൽ മണികെട്ടുന്ന വഴിപാടും നടന്നു. മുഴുവൻ ഭക്തർക്കും അന്നദാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും വാഹന പാർക്കിങ്ങിനായി പ്രത്യേക സൗകര്യവും ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് ജയൻ കുന്നുംപുറത്ത്, സെക്രട്ടറി രവീന്ദ്രനാഥൻ പാറച്ചാലിൽ എന്നിവരടങ്ങുന്ന ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു.
ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോന പള്ളിയിൽ പിതൃവേദിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാളും ഊട്ടുനേർച്ചയും നടത്തി. വൈകിട്ട് 6 ലദ്യയും തുടർന്ന് കുർബാനയും പ്രദക്ഷിണവും ഊട്ടുനേർച്ചയും നടത്തി. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസ് പുതൂർ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ആൻഡ്രൂസ് മുലയിൽ, ഫാദർ ആൽബർട്ട് പീശാട്ടെ എന്നിവർ നേതൃത്വം നൽകി. തൊടുപുഴ KSRTC ഡിപ്പോയിലെ KSRTC ജീവനക്കാർ ചേർന്ന് ഇന്ദ്രവലരി എന്ന പേരിൽ ആരംഭിച്ച ഗായക കൂട്ടായ്മയെ ആലപിച്ച രണ്ടാമത്തെ ഗാനവും സോഷ്യൽ മീഡിയയിൽ വൈറൽ. പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഇന്ദ്രവലരി ഗായക സംഘം ഗാനം പുറത്തിറക്കിയത്. തൊടുപുഴ KSRTC ഡിപ്പോയിൽ ജോലി ചെയ്യുന്നവരും തൊടുപുഴക്കാരായ KSRTC ജീവനക്കാരും ചേർന്നാണ് ഇന്ദ്രവല്ലരി എന്ന ഗായക സംഘം ആരംഭിച്ചത്. പെരുന്നാളിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഗാനവും വൈറലാണ്. പെരുന്നാള് സായുജ്യ താരം മാനില് എന്നും റബ്ബിൻ മുന്നിൽ മധുര മഹത് ഗാനം പാടിടാ. തൊടുപുഴ ഡിപ്പോയിൽ ജോലി ചെയ്യുന്നവരും തൊടുപുഴ സ്വദേശികളായവരും അടങ്ങുന്ന സംഘമാണ് ഇന്ദ്രവല്ലരിയായി രൂപീകരിച്ചത്. കണ്ടക്ടർമാരും ഡ്രൈവർമാരും മിനിസ്റ്റീരിയൽ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ചാണ് പുതിയ ഗാനം പുറത്തിറക്കിയത്. സാഹോദര്യം വിളിച്ചോതുന്ന സന്ദേശമാണ് ഗാനത്തിന്റെ ഇൻട്രോയായി നൽകിയിരിക്കുന്നത്. അതേ ആശയമാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നതെന്ന് സ്റ്റേഷൻ മാസ്റ്റർ അഭിലാഷ് പറഞ്ഞു. എല്ലാ അംഗങ്ങളുടെയും ഓരോ ദിവസത്തെ ഡ്യൂട്ടി ക്രമീകരിച്ചുകൊണ്ടും ആ സമയ പരിമിതി എല്ലാം കണക്കിലെടുത്ത് കിട്ടിയ സമയം ഓരോരുത്തരായി പരിശ്രമിച്ച് ചുരുങ്ങിയ സമയം കൊണ്ടുള്ള പരിശ്രമം കൊണ്ട് ഞങ്ങൾ പുറത്തിറക്കുന്നതാണ് ഈ ഒരു ഗാനോപഹാരം. എല്ലാവർക്കും ഒത്തിരി പേർക്ക് നന്ദി പറയാനുണ്ട്. കാരണം നമ്മുടെ ഡിപ്പോയിലുള്ള ഓഫീസേഴ്സ്, അതുപോലെ നമ്മുടെ സഹപ്രവർത്തകർ, കൂടെ നിങ്ങൾ ഓരോ യാത്രക്കാരും നമ്മുടെ പൊതുജനങ്ങളും എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും സഹകരണവുമാണ് ഞങ്ങളെ വീണ്ടും ഈ പ്രചോദനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വീണ്ടും ഇത് നിങ്ങൾ നെഞ്ചിലേറ്റി എന്നറിയുന്നതിലും സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഓഡിയോ ചെയ്തവരും വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ നിന്നവരും കൊറിയോഗ്രാഫി ചെയ്തവരും എല്ലാവരോടും നന്ദി പറയാനുള്ളതായിട്ടുണ്ട്. നന്ദി പറയാൻ നോക്കുകയാണെങ്കിൽ ആ ഓരോ പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരെയും പറയാനുണ്ട്. ഒത്തിരി പേരോട് നന്ദി പറയാനുണ്ട്. എല്ലാവരെയും ഞാൻ നിങ്ങൾ ഓർക്കുകയാണ് ഈ പുണ്യനാളിൽ തന്നെ ഞങ്ങൾക്ക് ഇത് ഇറക്കാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഒന്ന് കൂടാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇന്ദ്രവല്ലരിയുടെ പിറന്നാൾ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ തുടർന്നും നിങ്ങളുടെ എല്ലാവരും സഹകരണം ഞങ്ങളുടെ ഉണ്ടായിരിക്കും എന്ന പ്രതീക്ഷയോടെയും നല്ല വിജയത്തിലേക്ക് ഞങ്ങളെ സഹായിക്കണം എല്ലാ പ്രവർത്തനങ്ങളും തരണമെന്ന വളരെ പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും പിറന്നാൾ ആശംസകൾ നേർന്നു. ജോലിക്കിടയിൽ ആലപിച്ച ക്രിസ്മസിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഗാനവും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇതേ തുടർന്നാണ് പെരുന്നാളിനും ഗാനം പുറത്തിറക്കാൻ തയ്യാറായതെന്ന് സംഘാംഗമായ PA രാജൻ പറഞ്ഞു. ഇന്ദ്രവല്ലരി പുറത്തിറക്കിയ ഗാനത്തിൽ MS മനോജ്, ഷാഹുൽ ഹമീദ്, സജിമോൻ PS, KT അനിൽകുമാർ, മിനിമോൾ KA, PS സ്മിത, രാധ ആൻഡ്രൂസ്, ഡോക്ടർ ബിന്ദു C, PA രാജൻ, കവിത രാജൻ എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇതിൽ PA രാജൻ, കവിത രാജൻ എന്നിവർ ദമ്പതികളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമ മഠാധിപതി ചിദാനന്ദ ഭാരതി സ്വാമിയും KPMSും ചേർന്ന് അവധൂതാശ്രമത്തിൽ സ്ഥാപിക്കുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ അർത്ഥകായ പ്രതിമയും വഹിച്ചുള്ള രഥഘോഷയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. രഥഘോഷയാത്ര നയിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുരേന്ദ്രനാഥിനെ സ്വീകരണ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു.
കൊട്ടാരക്കര സദാനന്ദപുരം അവധൂത ആശ്രമ മഠാധിപതി ചിദാനന്ദ ഭാരതി സ്വാമിയും KPS ചേർന്ന് അവധൂത ആശ്രമത്തിൽ സ്ഥാപിക്കുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ അർദ്ധകായ പ്രതിമയും വഹിച്ചുള്ള രഥഘോഷയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. KPMS യൂണിയൻ സെക്രട്ടറി MK പരമേശ്വരൻ, യൂണിയൻ പ്രസിഡന്റ് അഖിൽ P രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ശാഖകളിൽ നിന്നുള്ള പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കുചേർന്നു. രഥഘോഷയാത്ര നയിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുരേന്ദ്രനാഥിനെ സ്വീകരണ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കാര്യത്തിന് വേണ്ടി PC സുബ്ബു, വെളിയാട്ടിന് വേണ്ടി ഷാജി, സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കുമാരവത്തിന് വേണ്ടി ബിജു, ഈസ്റ്റുകളിന് വേണ്ടി. നിലവിൽ നമുക്ക് പുരോഗതിയുണ്ടോ? ഇന്നിപ്പം പുരോഗതിയെ പറ്റി ഇങ്ങനെ വാദോരാതെ ഇടതുപക്ഷവും വലതുപക്ഷവും NDAയും ഒക്കെ അങ്ങ് സംസാരിക്കല്ലേ. വികസന കേരളം, വികസന ഇന്ത്യ അല്ലേ? നമ്മുടെ പട്ടിയാരിക്കാരന് എവിടെയാണ് വികസനം? അവന്റെ തൊഴിലിൽ, അവന്റെ സംസ്കാരത്തിൽ, അവന്റെ സാമൂഹിക ജീവിതത്തിൽ ഒക്കെ നമുക്ക് എന്ത് വികസനമാണുള്ളത്? അത് അവിടെ നമുക്ക് വികസനമില്ലാത്തതിന്റെ കാര്യം നമുക്ക് രാഷ്ട്രീയ അധികാരമില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിപ്പോട്ട കാര്യമാണത്. നമുക്ക് രാഷ്ട്രീയ അധികാരമില്ല. രാഷ്ട്രീയ അധികാരം എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ഭൂരിപക്ഷം അല്ലേ? നിയമം പാസാക്കുന്ന നിയമസഭ അധികാര കേന്ദ്രമാണ്, മന്ത്രിസഭ അധികാര കേന്ദ്രമാണ്, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അധികാര കേന്ദ്രമാണ്. രഥഘോഷയാത്രയുടെ സമാപന ദിവസമായ 22 ഞായറാഴ്ച കൊട്ടാരക്കര സദാനന്ദപുരം അവധൂത ആശ്രമത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്ര സാമൂഹ്യക്ഷേമ ശാക്തീകരണ വകുപ്പ് മന്ത്രി ഡോക്ടർ രാംദാസ് അത്താവാലെ ഉദ്ഘാടനവും പ്രതിമയുടെ അനാച്ഛാദന കർമ്മവും നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൊടുപുഴ മണ്ഡലം സമിതി ഇടവെട്ടിയിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. മൗലവി അബ്ദുൽ സലാം പെരുമ്പാവൂർ നേതൃത്വം നൽകി. NDAയുടെ പീരുമേട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി സൗത്ത് പ്രസിഡന്റ് VC വർഗീസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ സമ്മർ ഫെസ്റ്റ് കോലാനി ബൈപ്പാസ് റോഡിൽ പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റിനെതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ സംഗമവും സ്വയം സഹായ സംഘം രൂപീകരണ പരിശീലനവും തൊടുപുഴ ടൗൺ പള്ളി പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. ടൗൺ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻഡ്രോസ് മൂലയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.